ഹായ്, വെൽക്കം ടു റിഷേഴ്സ് ഡ്രീംസ്. ഇന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഒരു സ്ഥലത്തോട്ടുള്ള യാത്രയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര പുറപ്പെടുകയാണ്. എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നെടുമ്പാശ്ശേരി ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഇങ്ങനെ നടന്ന് പോവാണ്. ഇപ്പോൾ ലോഞ്ചിലോട്ടാണ് നടക്കുന്നത് കേട്ടോ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തംബ്നെയിൽ കണ്ടിട്ടും ടൈറ്റിൽ കണ്ടിട്ടും പ്രത്യേകിച്ചൊരു ഐഡിയ കിട്ടിയെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ ഞാൻ എങ്ങോട്ട് പോകാമെന്ന്. ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെഫിനറ്റ്ലി. ട്രിപ്പായിട്ട് ടൂർ പോവല്ല, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ടൂറല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകുവാണ്. അത്രയും ഒരു 3 മാസത്തെ സ്ട്രഗിൾ, കഷ്ടപ്പാട്, അതിന് ഒരു സാക്ഷാത്കാരം, അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണിപ്പം. ഞാൻ ലോഞ്ച് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. എൻ്റെ യാത്ര എന്ന് പറയുന്നത് ചെന്നൈയിലോട്ടാണ് കേട്ടോ. എൻ്റെ ഗ്രാജുവേഷൻ ലൈഫ് കോച്ചിങ് കോഴ്സൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പം കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പം അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഒരു സെറിമണി പോലെ അവരൊരു വലിയ ഈവൻ്റായിട്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ സക്സസ് ഗ്യാൻ എന്നും പറഞ്ഞിട്ട് പൂജ പുനീതിൻ്റെ ലൈഫ് കോച്ചിങ് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. ഒരു 3 മാസത്തെ കോഴ്സായിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാമോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ സക്സസ് ഗ്യാൻ എന്ന് പറയുന്ന പൂജ പുനീതിൻ്റെ ലൈഫ് കോച്ചിങ് ക്ലാസ്സാണ്. അതിൻ്റെ മാസ്റ്റർ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. അല്ലാതെ കോച്ചിങ് സർട്ടിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് 2 കോഴ്സസ് അറ്റൻഡ് ചെയ്തു കേട്ടോ. അപ്പം മാസ്റ്റർ ക്ലാസ്സിൻ്റെ നമുക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഓൺലൈൻ തന്നെ അവർ സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു. ഇതിപ്പോൾ നമ്മൾ കോച്ചിങ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതൊരു നമുക്കൊരു നല്ലൊരു ഡിഗ്രിയാണ്. അത് അവരൊരു വലിയ ഈവൻ്റായിട്ടാണ് അതിൻ്റെ ഒരു ഗ്രാജുവേഷൻ സെറിമണി നടത്തുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ചെന്നൈയിൽ ഫെദേഴ്സ് ഹോട്ടലിൽ വെച്ചിട്ട് വലിയൊരു ഈവൻ്റാണ്. 10 to 7 വലിയൊരു ഈവൻ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എൻജിനീയറിംഗ് കോളേജിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിക്ക് പോലും പോയിട്ടില്ല. എൻജിനീയറിങ്ങിൻ്റെ ഒന്നും മേടിച്ചിട്ടില്ല. കാരണം അത് ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കൊരു എൻഗേജ്മെൻ്റായി ഞാൻ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഗ്രാജുവേഷൻ സെറിമണിയാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അത് ഭയങ്കര സന്തോഷം. ഈ 44-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഗ്രാജുവേഷൻ. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്കതൊരു ഭയങ്കര ഒരു സംഭവമായിട്ടൊരു അച്ചീവ്മെൻ്റായിട്ട്, കാരണം ഞാൻ പാസ് ചെയ്യാത്ത ഒരു ലൈഫിൻ്റെ എല്ലാ ഘടകങ്ങളിലൂടെയും എല്ലാ ഇമോഷൻസിലൂടെയും പാസ് ചെയ്ത ഒരാളാണ് ഞാൻ. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൂടെയും പാസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇതിലൂടെ പാസ് ചെയ്ത് പോകുമെന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിലെത്തും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ലൈഫ് പർപ്പസ്. എനിക്ക് പണ്ടൊക്കെ ഒരു 3 വർഷം മുമ്പൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൂടെ നല്ല ഒരു മെൻറ്റേഴ്സ് പോലത്തെ ആൾക്കാരൊക്കെ പറയുമായിരുന്നു, നിഷയുടെ ഒരു ലൈഫ് പർപ്പസ് നിഷ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കും എന്നുള്ളത്. ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് നമ്മൾ എന്തിനു വേണ്ടി എന്തെങ്കിലും ആയിരിക്കും ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നന്ദുവിനെയും ജനിപ്പിച്ചിട്ടുള്ളത്. അപ്പം നന്ദു എന്നിലോട്ട് വന്നത് തന്നെ എൻ്റെ ഒരു ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാനായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ആ ഒരു ലൈഫ് പർപ്പസ് ഞാൻ കണ്ടുപിടിച്ച ഒരു സമയമായിരുന്നു ഇത്രയും കഴിഞ്ഞു പോയത്. അങ്ങനെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാനായിട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ സാധാരണ എല്ലാവരും ഒരു എൻജിനീയർ എന്തെങ്കിലും ഒരു ഡിഗ്രിയുടെ ഗ്രാജുവേഷനെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്കും പിന്നെ KGയുടെ തന്നെ ഗ്രാജുവേഷൻ സെറിമണി നടത്തുന്നുണ്ട് അല്ലേ. KG ഇതിൻ്റെ ഗ്രാജുവേഷൻ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട്. KG ഗ്രാജുവേഷനൊക്കെ വലിയ കോട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കോട്ടൊന്നും അങ്ങനത്തെ അല്ല, നമുക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. പക്ഷേ ഞാൻ ഈ വയസ്സിലാണ് ആദ്യമായിട്ടൊരു ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. എൻജിനീയറിങ് എൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ആരോ മേടിച്ചിട്ട് ആരോ അമ്മയുടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ ഒരു കസിൻ മേടിച്ചിട്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഒരു ഭയങ്കര എന്തോ ഒരു ഫീലിംഗ്. അത് ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് അങ്ങനെ ഒരു സംഭവം സാധിച്ചെടുക്കാൻ പറ്റും. 3 മാസം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മുരളിയേട്ടനറിയാം എൻ്റെ കഷ്ടപ്പാടുകൾ. കാരണം എൻ്റെ ആ കാലിൻ്റെ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്കാണ് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ടാവും.
കുറേ ഡെയിലി ആഴ്ചയിൽ പ്രസൻറ്റേഷൻസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള വർക്ക് നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ പറയായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബ്രെയിൻ ഈ വയസ്സിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാൻ. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇനിയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു പർപ്പസ് അതാണ്, ഒരുപാട് ആൾക്കാർക്ക് ഒരു സപ്പോർട്ടും ഇതൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ എൻ്റെ ഒരു ജോലിയായിട്ട് ഇതാണ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂട്യൂബ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. യൂട്യൂബിൽ കൂടെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് അതുവഴി ആൾക്കാർക്കൊരു മെൻ്റൽ സപ്പോർട്ട് ഒക്കെ കൊടുത്ത് ഒരു ലൈഫ് കോച്ചായിട്ട് തുടരുക എന്നാണ് എൻ്റെ ഉദ്ദേശം. ചെന്നൈ എയർപോർട്ടിൽ എത്തി, പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉരുളേണ്ണ ഇങ്ങനെ ഒരു പെട്ടി എത്തി, അടുത്ത പെട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ സമയമായേ. ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ വീണ്ടും എക്സൈറ്റഡ് എന്നുള്ളൊരു വാക്ക് 4-5 പ്രാവശ്യമായി റിപ്പീറ്റ് ചെയ്യുന്നു. എനിക്ക് അന്നറിയാം, എന്നാലും എൻ്റെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് ഞാൻ എക്സ്പ്രസ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളുടെ ഒരു സ്ട്രഗിൾ എവിടുന്ന് നമുക്ക് എവിടം വരെ എത്താൻ പറ്റും എന്ന് നിങ്ങൾക്കും അതൊരു ഇൻസ്പയറിങ് ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു എന്താ ഇതിന് പറയുന്നത്, ബഗ്ഗി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു ബഗ്ഗിയിൽ നമ്മളെ ഏതോ ലെവൽ 2-ന് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ഊബർ കിട്ടുന്നത്. ചെന്നൈ എയർപോർട്ടിൽ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാൻ എത്തിയേക്കാണ്. ഇന്നാണ് ഈവൻറ്റ്. ഇത് കഴിഞ്ഞിട്ട് വേണം റെഡി ആവാൻ പോകാൻ. ഞാനിപ്പോൾ എൻ്റെ ട്രൈബ് മേറ്റ്സ് ഇവിടെ 3 പേരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മൊത്തം ഒരു 170 പേരുണ്ടായിരുന്നു ഈ കോഴ്സ് പഠിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ഓരോ ട്രൈബായിട്ട് അവരിങ്ങനെ തിരിക്കും. ഞങ്ങൾ തമ്മിലാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പം എൻ്റെ ട്രൈബിലുള്ള ഞങ്ങൾക്ക് പരിചയമുള്ള അവരാണല്ലോ. അപ്പോൾ 7 പേരുണ്ട്. പിന്നെ 3 പേര് ഇവിടെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്തി തരാം. Introduce yourself. Hi guys, I'm Sharda and I'm so happy to meet Nisha through this video. Love to you all. ശാരദ തമിഴിയനാണ് കേട്ടോ. ഭയങ്കര യു ആർ what profession you are into now? I am in IT actually, in R&D, IT R&D and I'm the training lead. അതെ, എനിക്ക് ரொம்ப സന്തോഷം ഉங்க എല്ലാരെയും മീറ്റ് പண்றதுல. That's right. തമിഴ് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസിനും പുരിയും. This is Ushaji. Hi, how are you all? Come have breakfast with us. ഉഷാജി ഒത്തിരി സ്റ്റോറീസ് പറയും കേട്ടോ. എനിക്ക് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് ഉഷാജി. ഉഷാജി was also working as an HR manager. Yes, I was working as an HR manager. Now, like Nisha, I am also a life coach. Anywhere you go, you belong. Anywhere you say, anywhere. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ നിഷയുടെ ഒരു ആർഡൻറ്റ് ഫാനായിട്ട് ഇരിക്കുമായിരുന്നു. ഒരു മാനിഫെസ്റ്റേഷൻ പോലെയാണ് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നിഷ ജോയിൻ ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് കിട്ടി. വി ആർ സെലിബ്രേറ്റിംഗ് വുമൻഹുഡ് ആൻഡ് സെലിബ്രേറ്റിംഗ് ദിസ് ഗ്രേറ്റ് വുമൻ നിഷ ആൻഡ് മുരളിയേട്ടനോട് ഹായ്.
ഇതാണ് എൻ്റെ ഹെഡ് കോച്ച്. ഐ എം ടോക്കിംഗ് ഇൻ മലയാളം. ഐ നോ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. പ്രീതി, മൈ ഹെഡ് കോച്ച്. എൻ്റെ അവാർഡ് കഴിഞ്ഞ് പോയായിരുന്നു, സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് പോയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നോട് അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ പൂജയും ചോദിച്ചു സർപ്രൈസ്ഡ് ആയോ എന്ന്. അപ്പോൾ എൻ്റെ പേര് കേട്ടത് ഞാനും സർപ്രൈസ്ഡ് ആയി. ടോട്ടൽ ഇത്ര 30-40 പേർക്ക് കണ്ടാൽ കിട്ടിയുള്ളൂ മൊത്തം. അപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുമെന്ന്. As this roof lights itself up, it's going to go out in the world and light the world up. And I want you to really own all of who you are becoming. Sorry, who you are going to be becoming. Your hard work, your beauty, your beautiful heart, and everything that you've gone through life has been for this moment. അങ്ങനെ 3 മാസത്തെ ഒരു സ്ട്രഗിളിനും കഷ്ടപ്പാടിനും ഒക്കെ ശേഷം നല്ല ഒരു പോസിറ്റീവായിട്ട് ഒരു എനർജറ്റിക് ആയിട്ട് ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒത്തിരി നല്ലൊരു ഡിവൈൻ ദിവസം എന്ന് പറയാം കേട്ടോ. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ CCX ഞാൻ എൻ്റെ ഫൈനൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അത് അതിൻ്റെ കുറച്ച് ഭാഗം അതെ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിലായിരുന്നു എന്നാണ്, ഷോർട്സ് അല്ല, വേറെ നോർമൽ വീഡിയോ ആയിട്ടായിരുന്നു തോന്നിയിട്ടത്. അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു വേറൊരു രീതിയിലാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. അപ്പം അതിനെനിക്ക് ഒരു അവാർഡ് കിട്ടും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. സർപ്രൈസായിട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കാണിച്ചിരുന്നല്ലോ ഉച്ചയ്ക്ക്. ഇതായിരുന്നു ഒരു സ്പീക്കറിൻ്റെ ഒരു അവാർഡാണ്, പേരൊക്കെ എഴുതിയത്. അത് ഭയങ്കര സർപ്രൈസായിരുന്നു, ഭയങ്കര സന്തോഷം. എനിക്കിങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചെന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പം 7 മണി 7:30 ആയി കഴിഞ്ഞപ്പം ഞങ്ങൾ ലൈഫ് കോച്ചിൻ്റെ സർട്ടിഫിക്കേഷനും ഒരു മെറിറ്റ് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയുണ്ട്. മെറിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷൻസും അല്ലാതുള്ള വർക്ക് ഷീറ്റ്സും പ്രൊജക്റ്റും ഒക്കെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്തതിന് ഒരു മെറിറ്റ് സർട്ടിഫിക്കറ്റും കിട്ടി. പിന്നെ ഞാൻ ഒരു സ്പെഷ്യലൈസേഷനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ലൈഫ് കോച്ചിങ്ങിൽ തന്നെ റിലേഷൻഷിപ്പ് കോച്ചിങ്ങും പിന്നെ എൻലൈറ്റ്മെൻറ്റ് കോച്ചിങ്, അങ്ങനെ 2 സ്പെഷ്യലൈസേഷനും കൂടെ ചെയ്യുകയാണ്. കാരണം ഞാനൊരു ലൈഫ് ആൻഡ് ട്രാൻസിഷൻ കോച്ച് എന്നാണ് ഇപ്പം ഞാൻ എന്നെ തന്നെ എൻ്റെ ഒരു സ്പെഷ്യലൈസേഷനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ലൈഫ് ആൻഡ് ട്രാൻസിഷൻ കോച്ച്. കാരണം ഒരാൾക്ക് ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഗ്രീഫ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഒരു ലൈഫ് ആൻഡ് ട്രാൻസിഷൻ കോച്ച് എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ലാതെ എൻലൈറ്റ്മെൻറ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ അവരുടെ പല പർപ്പസ്, അവരുടെ ലൈഫ് പേർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, വെറുതെ ഇങ്ങനെ അങ്ങ് പോവുക, അങ്ങനത്തെ ഒരു ലൈഫിൽ നമ്മുടെ ലൈഫ് പേർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അങ്ങനത്തെ അതിനൊക്കെ നമുക്കൊരു എൻലൈറ്റ്മെൻറ്റ് കോച്ച് എന്ന് പറയാം. പിന്നെ റിലേഷൻഷിപ്പ് കോച്ച് അറിയാമല്ലോ, നമ്മളൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, പേരൻ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, കിഡ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഓഫീസ് കൊളീഗ്സ് എല്ലാവരുമായിട്ട് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ആരുമായിട്ട് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് റിലേഷൻഷിപ്പ് കോച്ച് എന്ന് പറയുന്നത്. അപ്പം അതിലും കൂടെ സ്പെഷ്യലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എല്ലാത്തിലും നമുക്കൊരു അറിവുണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അതും കൂടെ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് സംഭവിച്ചൊരു ദിവസമാണിത്. ഒത്തിരി സന്തോഷം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും എന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പറയേണ്ടത് എൻ്റെ ഈ ഇരിക്കുന്ന നന്ദൂട്ടിയോടാണ്. ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. സെക്കൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ ഈ കോഴ്സുകൾക്കൊക്കെ കാശ് മുടക്കി പഠിപ്പിക്കുന്ന എൻ്റെ ഭർത്താവിനോട്. എൻ്റെ ഈ 44ാമത്തെ വയസ്സിലും എന്നെ വിശ്വസിച്ച് പഠിപ്പിക്കാൻ തയ്യാറായ എൻ്റെ ഭർത്താവിനോടാണ് മെയിൻ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് ഓക്കെ. പിന്നെ യൂണിവേഴ്സ്,
എപ്പോഴും ഞാൻ കാരണം എനിക്ക് ഇതിനൊക്കെ പറ്റുന്നല്ലോ, എനിക്ക് അതിനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ ഈ യൂണിവേഴ്സ് എനിക്ക് തരുന്നല്ലോ. അപ്പം എല്ലാവരോടും ഞാൻ നിങ്ങളോടും ഒക്കെ എപ്പോഴും എനിക്ക് ഇത്രയും നാൾ ഇതൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ശക്തിയൊക്കെ തന്നതിന് എല്ലാവരോടും ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. സന്തോഷം മാത്രം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.